അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിസ്കാരം അർത്ഥസഹിതം പഠിക്കാം എന്ന വിഷയത്തിൽ 13ാമത്തെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിന്റെ 12ാമത്തെ ഭാഗത്തിൽ വജ്ഹത്തു എന്ന ആ പ്രാർത്ഥനയും അതിന്റെ അർത്ഥവും ഉണ്ട്. യഥാർത്ഥത്തിൽ അതൊരു പ്രാർത്ഥനയല്ല, ഒരു പ്രതിജ്ഞയാണെങ്കിലും അതിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്ന് പറയാനുള്ള കാരണം അതിന് പ്രാർത്ഥന നടത്തുന്നത് പോലെ അള്ളാഹുവിനോട് നേരിട്ട് നാം നടത്തുന്ന ഒരു കാര്യമാണ്. അതിന് പ്രതിഫലം ലഭിക്കുന്നു എന്നതെല്ലാം നോക്കിക്കൊണ്ടാണ്. പ്രാർത്ഥനയിൽ യഥാർത്ഥത്തിൽ ഒരു തേട്ടമുണ്ടായിരിക്കണം, ആവശ്യപ്പെടൽ അതിൽ ഇല്ല വജ്ഹത്തു. അപ്പോ വജ്ഹത്തു ഓതുന്നതിനെ സംബന്ധിച്ചാണ് ഇതിന്റെ 12ാമത്തെ ഭാഗത്ത് നാം ചർച്ച ചെയ്തത്. അതിന്റെ അർത്ഥം വളരെ വ്യക്തമായി അതിലുണ്ട്. ഇന്ന് 13ാമത്തെ ഭാഗമാണ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വജ്ഹത്തു ഓതിക്കഴിഞ്ഞാൽ, അതുപോലെ പെരുന്നാൾ നിസ്കാരമാണെങ്കിൽ വജ്ഹത്തു കഴിഞ്ഞതിന് ശേഷം തക്ബീർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അഊദു ഓതൽ സുന്നത്താണ്. വജ്ഹത്തും അഊദും ഓതാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് ഓതൽ സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 98ാമത്തെ ആയത്തിൽ فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ. فَإِذَا قَرَأْتَ الْقُرْآنَ, നീ ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനി റജീം, റജീമായ അടി ഓടിക്കപ്പെട്ട ശൈത്താനിനെ തൊട്ട് നീ കാവലിനെ ചോദിക്കണം. അഥവാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം എന്ന് പറയണം എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബിസ്മിയുടെ മുമ്പായി അഊദു ഓതൽ സുന്നത്തുണ്ട്. കാരണം ബിസ്മി ഖുർആനാണ്. ഖുർആൻ ഓതുന്നതിന് മുമ്പ് പിശാചിനെ തൊട്ട് കാവലിനെ ചോദിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് അഊദു ഓതാം. അഊദു ഓതുന്നതിന് അഥവാ പിശാചിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നതിന് പല ലഫ്ളുകളും ഉണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതാണ്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം അങ്ങനെയും ഉണ്ട്. അതേ പ്രകാരം അഊദു ബില്ലാഹിൽ അലീ മിനശ് ശൈത്വാനിൽ ബഗീ അഊദു ബില്ലാഹിൽ അലീ മിനശ് ശൈത്വാനിൽ ഗബീ എന്നും കിതാബുകളിൽ വന്നിട്ടുണ്ട്. ശറഹുൽ മുഅദ്ദബ് ഭാഗം 4 292 നോക്കിയാൽ ഇവകൾ കാണാൻ സാധിക്കും. അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിനശ് ശൈത്വാനി, ശൈത്താനെ തൊട്ട്, അർറജീം, ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനെ തൊട്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീം, സർവജ്ഞനും എല്ലാം കേൾക്കുന്നവനുമായ അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, മിനശ് ശൈത്വാനി റജീം, ആട്ടിയോടിക്കപ്പെട്ട ശൈത്താനെ തൊട്ട്. ഇത് രണ്ടാമത്തെ അഊദുവിന്റെ രൂപമാണ്. മൂന്നാമത്തെ രൂപം കൂടിയുണ്ട്. അഊദു ബില്ലാഹി, അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു, അൽ അലീ, മേലെയായ, മിനശ് ശൈത്വാനിൽ ഗബീ, പിഴച്ചവനായ ശൈത്താനിന്റെ ശർറിനെ തൊട്ട്. ഇങ്ങനെ ഇവയിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതാണ്. അത് സുന്നത്തുണ്ട്. വജ്ഹത്തു ഓതിക്കഴിഞ്ഞാൽ വജ്ഹത്തും അഊദും രണ്ടും പതുക്കെയാണ് ഓതേണ്ടത്. എല്ലാ റക്അത്തിലും അഊദു ഓതേണ്ടതുണ്ട്. 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ 4ലും അഊദു ഓതൽ സുന്നത്താണ്.
ഒന്നാമത്തെ റക്അത്തിൽ ശക്തിയായ സുന്നത്താണ്. മയ്യിത്ത് നിസ്കാരത്തിലും വജ്ഹത്ത് വേണ്ടെങ്കിലും അഊദു സുന്നത്തുണ്ട്. അതേ പ്രകാരം ഇമാമിന്റെ കൂടെ ഇരുന്നാലും എഴുന്നേറ്റ് നിന്ന് അഊദു ഓതൽ സുന്നത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇമാം അത്തഹിയ്യാത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇരുത്തത്തിലാണ്. അപ്പോൾ നാം കൈകെട്ടിക്കൊണ്ടിരുന്നു ഇമാമിന്റെ കൂടെ, എന്നിട്ട് എഴുന്നേറ്റ് നിന്നാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ സുന്നത്തുണ്ട്. ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ്, ബിസ്മിയുടെ മുമ്പ്. മാത്രമല്ല വൈൻ ശറഫിൽ ഖിറാഅത്തി, നീ ആദ്യമായിട്ട് ഒരാൾ കൈകെട്ടി നിയ്യത്ത് ചെയ്തു, കൈകെട്ടി ആദ്യം തന്നെ ബിസ്മി തുടങ്ങി, എന്നാൽ പിന്നെ അഊദു ഓതൽ സുന്നത്തില്ല. അഊദു ഒഴിവാക്കൽ ഖിറാഅത്താണ്. അപ്പൊ അഊദു ശക്തിയായ സുന്നത്താണ്, ഉപേക്ഷിക്കൽ ഖിറാഅത്താണ്. ഇനി അഊദു ഓതലും വജ്ഹത്ത് ഓതലും രണ്ടും കൂടി ഒരാൾക്ക് സൗകര്യപ്പെടാതെ വന്നാൽ ഏതെങ്കിലും ഒന്ന് നിർവഹിക്കാനുള്ള സമയമുണ്ട്. വജ്ഹത്ത് ഓതുകയാണെങ്കിൽ പിന്നെ അഊദിനുള്ള സമയം ഇല്ല, അഊദ് ഓതുകയാണെങ്കിൽ വജ്ഹത്ത് ഓതാനുള്ള സമയമില്ല. ഇങ്ങനെ രണ്ടും പരസ്പരം എതിരായാൽ, രണ്ടിനും സമയമില്ലാത്ത സമയത്താണെങ്കിൽ വജ്ഹത്തുവാണോ ഓതേണ്ടത്? കാരണം അതാണല്ലോ ആദ്യം. അതോ അഊദു ആണോ ഓതേണ്ടത്? കാരണം അത് ഖിറാഅത്തിന് വേണ്ടി ഖുർആൻ ഓതാനാണ് ഇനി പോകുന്നത്. അതുകൊണ്ട് അഊദു ആണോ ഓതേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് കാണാം അഊദു ആണ് ഓതേണ്ടത്. അങ്ങനെ വന്നാൽ വജ്ഹത്ത് ഒഴിവാക്കിക്കൊണ്ട് അഊദു ഓതണം. കാരണം അഊദു ഓതൽ വാജിബാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ടായത് കൊണ്ട് എന്ന് കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ 14ാമത്തെ ഭാഗം അടുത്തു തന്നെ നിങ്ങളിലേക്ക് എത്തും. വളരെ കുറഞ്ഞ സമയങ്ങളാണ് ഇതിന്റെ ഓരോ ഭാഗവും ഉള്ളത്. പല തവണ കേട്ട് ഇത് നാം പഠിച്ച് ജീവിതത്തിൽ പകർത്തണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇങ്ങനെയുള്ള അറിവുകളുള്ള ഈ ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് നൽകുകയും ചെയ്യണം എന്ന് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചാനലിൽ അംഗങ്ങളായ 2000-ലധികം ആളുകളുണ്ട്. അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എല്ലാവിധ ഖൈറും അവർക്കും നമുക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.